നമ്മൾ ഈ സെക്ഷനിൽ പവർ സീരീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പവർ സീരീസിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അവർ എക്സാമ്പിൾസ് ഫോർ അനാലിറ്റിക് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് അനാലിറ്റിക് ഫങ്ഷൻസിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ഈ പവർ സീരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി ഒരു സീരീസ് എപ്പോഴാണ് കൺവേർജൻ്റ്, അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഡിഗ്രിക്ക്. ഒരു സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആവണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കോംപ്ലക്സ് സീരീസ് തന്നിട്ടുണ്ട്, സമ്മേഷൻ n = 0 to infinity an. അത് കൺവേർജസ് ടു ഇസഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആവണം. അപ്പോൾ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ n = 0 to m an എന്ന് പറയുന്നത് m വരെയുള്ള ടേംസ് ആഡ് ചെയ്തിരിക്കുന്ന ആ SM എന്ന് പറയുന്ന ആ സീക്വൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പറയുന്നതിൽ ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ, സെയിം കൺസെപ്റ്റാണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ എന്താണ്, ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും എനിക്കൊരു ക്യാപിറ്റൽ N കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് വെനെവർ ദിസ് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n, ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് മൈനസ് ഇസഡിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇനി ഒരു സീക്വൻസ് എപ്പോഴാണ് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയുക, സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയണമെങ്കിൽ സമ്മേഷൻ മോഡ് an കൺവേർജൻ്റ് ആവണം. നമ്മൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ് ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അതായത് കൺവേർജൻ്റ് ആയതുകൊണ്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്യുകയാണ്. ഒരു സീരീസ് കോംപ്ലക്സ് സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താലും മതി, ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഒരു കോഷി സീക്വൻസ് ആണെന്ന് കാണിച്ചാലും മതി. നമുക്കറിയാം കോംപ്ലക്സ് പ്ലെയിനിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് സീക്വൻസസും റിയൽ സീക്വൻസസും ഒക്കെ കോഷി സീക്വൻസ് ആണെങ്കിൽ എന്താണ്, അത് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ആ സീക്വൻസ് എന്ത് കാണിച്ചാൽ മതി, അതൊരു കോഷി സീക്വൻസ് ആണെന്ന് കാണിച്ചാലും മതി. അപ്പോൾ എന്താണ് ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം, ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് ഇസഡ്. സമ്മേഷൻ ANൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് ഇസഡ്. അതിലെ എന്ത് ടേമാണ് ഇസഡ് n എന്ന് പറഞ്ഞാൽ A0 മുതൽ AN വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. നമുക്ക് തന്നിരിക്കുന്ന സമ്മേഷൻ മോഡ് AN കൺവേർജൻ്റ് ആണ്. സമ്മേഷൻ മോഡ് AN എന്താണ്, ഒരു റിയൽ സീക്വൻസ് ആണ്. സമ്മേഷൻ AN കോംപ്ലക്സ് സീക്വൻസ് ആണെങ്കിലും സമ്മേഷൻ മോഡ് AN റിയൽ സീക്വൻസ് ആണ്. അപ്പോൾ സമ്മേഷൻ മോഡ് AN കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ ഞാൻ SN എന്ന് പറഞ്ഞ് വിളിച്ചു. SN എന്ന് പറഞ്ഞാൽ മോഡ് A0 പ്ലസ് മോഡ് A1 പ്ലസ് എക്സെട്ര മോഡ് AN വരെയുള്ള ടേംസിൻ്റെ മോഡുലസിൻ്റെ സമ്മാണ്. അപ്പോൾ സമ്മേഷൻ മോഡ് AN കൺവേർജൻ്റ് ആയതുകൊണ്ട് ഈ സീക്വൻസ് SNും കൺവേർജൻ്റ് ആയിരിക്കും. സീക്വൻസ് SN കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സീക്വൻസിൻ്റെ എന്ത് ടേം വിൽ ടെൻ ടു എന്താണ്, 0 ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SN 0 ആയിരിക്കും. ഇതിനെ നമ്മൾ എപ്സിലോണിൻ്റെ ടേംസിൽ എഴുതിയാൽ എങ്ങനെ നമുക്ക് വായിക്കാം, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് ഒരു ഇൻറ്റിജർ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് മോഡ് SN മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ വെനെവർ ദിസ് സ്മോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് SN ലെസ് ദാൻ എപ്സിലോൺ ആണ് വെനെവർ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. ഈ മോഡ് SN എന്ന് പറയുന്ന ഓൾറെഡി ഒരു പോസിറ്റീവ് ടേമുകളുടെ സമ്മാണ്. അപ്പോൾ മോഡ് SN എന്ന് പറയുന്നതിന് പകരം SN എന്ന് തന്നെ എഴുതാം. അതായത് മോഡ് SN ഈക്വൽ ടു SN സിൻസ് SN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി SN ലെസ് ദാൻ എപ്സിലോൺ ആണ് വെനെവർ സ്മോൾ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. ഇനി ഇവിടെ സമ്മേഷൻ k ഈക്വൽ ടു 1, ഈ SN എന്ന് പറയുന്നത് എന്താണ്, 0 മുതൽ n വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. k 1 അല്ല 0 ആണ് കേട്ടോ, അതൊന്ന് തിരുത്തിപ്പോയേ. k 0 മുതൽ n വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ k ഈക്വൽ ടു 0 ടു n മോഡ് AK എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വെനെവർ ദി സ്മോൾ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N. അതായത് സ്മോൾ n എപ്പോഴൊക്കെ n-നേക്കാൾ വലുതാവുന്നു, അപ്പോൾ സ്മോൾ n n-നേക്കാൾ വലുതാകുക എന്ന് പറഞ്ഞാൽ n-ൻ്റെ ലോവർ ലിമിറ്റ് എന്താ വരിക, ക്യാപിറ്റൽ N ആണ്. അതായത് സമ്മേഷൻ സ്മോൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി മോഡ് AN എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്, ദെയർ എക്സിസ്റ്റ് ഇൻറ്റിജർ n ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് സമ്മേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻഫിനിറ്റി മോഡ് AN ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഒരു m ഗ്രേറ്റർ ദാൻ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സെയിം ക്യാപിറ്റൽ N എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം,
മോഡ് ZM മൈനസ് ZK എന്തായിരുന്നു? നമ്മളുടെ സീരീസിൻ്റെ സമ്മേഷൻ ANൻ്റെ പാർഷ്യൽ സമ്മാണ് ZM എന്ന് പറഞ്ഞാൽ 0 മുതൽ M വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. ZK എന്ന് പറഞ്ഞാൽ 0 മുതൽ K വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. ഇവിടെ M എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ K യു ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് AK+1 മുതൽ AM വരെയുള്ള ടേംസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഈക്വൽ ടു എന്താണ്? ഇതിനെ സമ്മേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ മോഡുലസ് ഓഫ് സമ്മേഷൻ N = K+1 AN. നമുക്കറിയാം ഈ മോഡുലസിനെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ ഇൻഡിവിജ്വൽ മോഡുലസ് ആയിട്ട് നമുക്ക് എഴുതാം. അതാണ് എഴുതിയിരിക്കുന്നത്. N = K+1 to M മോഡ് സമ്മേഷൻ മോഡ് AN. ഇനി നമുക്കറിയാം സമ്മേഷൻ N = N. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ K+1 ഇത് ഗ്രേറ്റർ ദാൻ N അല്ലേ? അപ്പോൾ ഈ ആ ഒരു ടേമും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സമ്മേഷൻ N = N to infinity മോഡ് AN എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ. അപ്പോൾ ഇത് എന്തായാലും ഇതിനേക്കാൾ ചെറുതായിരിക്കും. കാരണം ഇവിടെ K+1 മുതൽ M വരെയുള്ള ടേംസേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇവിടുന്ന് എവിടം വരെയുണ്ട്? N മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സമ്മിനേക്കാൾ വലുതായിരിക്കും ഇത്. ഇത് ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളിവിടെ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ZM മൈനസ് ZK ഫോർ M ഗ്രേറ്റർ ദാൻ or equal to N ഇവരുടെ ഡിഫറൻസ് എപ്പോഴും എന്തിനേക്കാൾ ചെറുതായിരിക്കും? എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. അതായത് സീക്വൻസ് ZN എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസ് ആണ്. സീക്വൻസ് ZN കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ ഈ സീക്വൻസ് ZN എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് നമ്മുടെ സീരീസ് ആണ്. ദെയർഫോർ നമുക്കൊരു സ്മോൾ Z in C കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജസ് ടു Z. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യുന്നത്. അതിന് സമ്മേഷൻ AN = Z എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എന്താണ്? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഇനി എന്താണ് ലിമിറ്റ് ഇൻഫീരിയർ ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എ സീക്വൻസ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻഫിമം ഓഫ് AN+1 എക്സെട്ര അവരുടെ ഇൻഫിമത്തിൻ്റെ ലിമിറ്റാണ്. ഇതിനെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഇൻഫിമം AN+1 അവരുടെ സുപ്രീമം കൂടി ആയിരിക്കും. അതിൻ്റെ റീസണിങ് ഈ ഡെഫിനിഷൻ ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ റീസണിങ് ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ ലിമിറ്റ് സുപ്രീമം AN ലിമിറ്റ് സുപ്പീരിയർ AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമങ്ങൾ എടുത്തു. സുപ്രീമം AN+1 സുപ്രീമം എടുത്തു അവരുടെ ലിമിറ്റാണ്. അപ്പോൾ ഇവരുടെ ലിമിറ്റ് സുപ്പീരിയറിൻ്റെയും ഇൻഫീരിയറിൻ്റെയും വേറെ നൊട്ടേഷനാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ DN അതിൻ്റെ കുറച്ച് റീസണിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഒന്ന് ലിമിറ്റ് ഇൻഫീരിയറും സുപ്പീരിയറും എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിലും അൺബൗണ്ടഡ് ആണെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതൊന്നല്ലേ +or-∞ ആയിരിക്കും ലിമിറ്റ് സുപ്പീരിയറും ഇൻഫീരിയറും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ലിമിറ്റ് ഇൻഫീരിയർ സുപ്പീരിയർ. അപ്പം നമുക്കിവിടെ സീക്വൻസ് AN എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര അങ്ങനെ പോവാണ്. അപ്പോൾ എന്താണ് ലിമിറ്റ് ഇൻഫീരിയർ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. T1 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിമം ഓഫ് A1 A2 എക്സെട്ര അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോവാണ്. T2 എന്താണ്? T2 എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് അതിൽ നിന്ന് A1 കളഞ്ഞു A2 A3 എക്സെട്ര A4. TN എന്ന് പറയുമ്പോൾ എവിടെ മുതലുണ്ട്? AN മുതലുള്ള ടേംസിൻ്റെ ഇൻഫിമമാണ്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഈ T1 എന്ന് പറയുന്നത് ഈ എല്ലാ സീക്വൻസിലെ എല്ലാ എലമെൻസിൻ്റെയും കൂടെ മിനിമം ആണ്. അപ്പോൾ ഉറപ്പായിട്ടും T1നേക്കാൾ വലുതായിരിക്കും T2. കാരണം ഈ T2 എന്ന് പറയുന്നത് എന്താണ്? A1 ഉൾപ്പെടുത്തിയിട്ടില്ല. A2 മുതലുള്ള എല്ലാ ടേംസിൻ്റെയും ഇൻഫിമമാണ്. അങ്ങനെ TN എന്ന് പറയുന്നത് AN മുതലുള്ള എല്ലാ ടേംസിൻ്റെയും ഇൻഫിമമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് റിലേഷൻ എഴുതാം? T1 ≤ T2 ≤ എന്ന് എഴുതാം. ഈ T1 T2ൻ്റെയൊക്കെ ആ സുപ്രീമത്തെ, അതായത് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻഫിമങ്ങളിൽ സുപ്രീമത്തെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റ് ഇൻഫീരിയർ AN എന്ന് പറയുക. ലിമിറ്റ് ഇൻഫീരിയർ AN അതങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇനി ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ നമ്മൾ ഇൻഫിമത്തിന് പകരം എന്ത് കണ്ടുപിടിക്കും? സുപ്രീമം കണ്ടുപിടിക്കും. ഈ സുപ്രീമങ്ങൾ അപ്പോൾ അത്
ഇപ്പറേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ T1 എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് A1 A2 എക്സെട്ര. T2 എന്ന് പറഞ്ഞാൽ A1 കളഞ്ഞിട്ട് A2 മുതലുള്ള ടേംസിൻ്റെ സുപ്രീമം. Tn എന്ന് പറഞ്ഞാൽ AN മുതൽ AN+1 അങ്ങോട്ടുള്ള ടേംസിൻ്റെ സുപ്രീമം. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ T1 എന്ന് പറയുന്ന ഇതിൻ്റെ മൊത്തത്തിൻ്റെ സുപ്രീമാണ്. T2 എന്ന് പറയുന്നത് ഈ A2 A3 മുതലുള്ള ടേംസിൻ്റെ സുപ്രീമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഈ T1 ആയിരിക്കും. അപ്പോൾ T1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. അപ്പോൾ നമുക്ക് ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന സുപ്രീമങ്ങളുടെ ഇൻഫിമത്തെയാണ് നമ്മൾ ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞ് വിളിക്കുക. എങ്ങനെയാണ് നേരത്തെ നമ്മൾ ലിമിറ്റ് ഇൻഫീരിയർ പറഞ്ഞത് ഈ ഇൻഫിമങ്ങളുടെ സുപ്രീമത്തേനെയാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ ഈ സുപ്രീമങ്ങളിലെ ഏറ്റവും താഴ്ന്ന ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ ഇൻഫിമത്തിനെയാണ് നമ്മൾ ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതാണ് ലിമിറ്റ് ഇൻഫീരിയർ ലിമിറ്റ് സുപ്പീരിയറിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ പ്രോബ്ലം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അത് മനസ്സിലാവുന്ന പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.